എൻ്റെ പേര് സുധകുമാർ. ഇത് നമ്മുടെ കൾച്ചറിൻ്റെ ആൾ റോയ് കൈലാസാണ്. ഇത് നമ്മുടെ പബ്ലിസിറ്റിയുടെ ആൾ സുഗതൻ. അതായത് നമ്മൾ ട്രഷറർ സരിൻ. നമ്മൾ ഈ വരുന്ന 29-ാം തീയതി കൊച്ചു പിള്ളേർക്ക് വേണ്ടി ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. ഡ്രോയിങ് മാത്രമല്ല, പ്രസംഗ മത്സരവും കൂടെ നമ്മുടെ ക്വിസ് മത്സരമുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് റോയ് കൈലാസ് സംസാരിക്കും. ഈ വരുന്ന ജനുവരി 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടക്കുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തോടനുബന്ധിച്ച് ഈ ഡിസംബർ 29-ാം തീയതി കുന്നംപുറം ചിന്മയാനന്ദ സ്കൂളിൽ വച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടി, അതായത് 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വിവിധ ഗ്രേഡ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ പെയിൻറ്റിങ് കോമ്പറ്റീഷനും അതോടൊപ്പം തന്നെ ക്വിസ് കോമ്പറ്റീഷനും പ്രസംഗ മത്സരവും ഉപന്യാസ മത്സരവും നടത്തുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ മുതിർന്നവർക്കും ഇതിലേക്ക് പങ്കെടുക്കാം. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാമായണം, ഭഗവത്ഗീത അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുൻഗണന കൊടുത്തുകൊണ്ടുള്ള മത്സരങ്ങളാണ് ഇവിടെ നടക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടമാണ്. അതിന് മാറ്റി അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരെന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് അത് ചിത്രത്തിൽ കൂടിയും ക്വിസിൽ കൂടിയൊക്കെ അവർക്ക് പുറത്തു കൊണ്ടുവരാനായിട്ടുള്ളൊരു അവസരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും തന്നെ ആ ചിത്രങ്ങൾ നമ്മൾ 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നടക്കുന്ന സമ്മേളന നഗരിയിൽ ഇത് പ്രദർശിപ്പിക്കുന്നതാണ്. നമ്മൾ ഇപ്പം തന്നെ എല്ലാ സ്കൂളുകളിലും, തിരുവനന്തപുരം സിറ്റിയിലുള്ള വിവിധ സ്കൂളുകളിൽ ഇത് ഈ മത്സരത്തിനെ പറ്റിയുള്ള വിശദീകരണമായിട്ടുള്ള ലെറ്റേഴ്സ് കൊടുക്കുകയും അവിടെ നിന്നൊക്കെ നല്ല റെസ്പോൺസും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 200 മുതൽ 300 വരെ കുട്ടികൾ പങ്കെടുക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ക്വിസ് മത്സരം അവർക്ക് കൊടുക്കുന്നത് ഓറലായിട്ടല്ല, നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടിക്ക് ചെയ്ത് പോകുന്ന ഒരു 150ഓളം ചോദ്യം പ്രിപ്പയർ ചെയ്ത് നമ്മൾ വച്ചിട്ടുണ്ട്. അതാണ് അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രസംഗം, നമ്മുടെ വിവേകാനന്ദ സ്വാമി ചിക്കാഗോയിൽ പ്രസംഗിച്ച ആ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഇത് നമ്മുടെ ഇവിടെ അവതരിപ്പിക്കാവുന്നതാണ്. ഇതാണ് ഈ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതായത് ഇതിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് LP സ്കൂൾ, ഹൈസ്കൂൾ, ദെൻ അപ് ടു 12th സ്റ്റാൻഡേർഡ്, ഇങ്ങനെ 3-4 രീതിയിലാണ് നമ്മൾ കോമ്പറ്റീഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ LKG സ്റ്റുഡൻസിനൊക്കെ ഈ രാമായണവുമായിട്ടൊന്നും അവർക്ക് ബന്ധം കാണത്തില്ല. ബന്ധമുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ചിത്രം രചിക്കാവുന്നതാണ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. നമ്മുടെ 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നടക്കുന്ന ഈ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ നമ്മുടെ 6-ാം തീയതി രാവിലെ 1008 അമ്മമാർ പങ്കെടുക്കുന്ന ഒരു ഹോമം, വിശ്വമംഗള മഹാഗണപതി ഹോമം, അതോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. ആ ഹോമത്തിന് നമ്മൾ ഒരു കുടുംബത്തിലേക്ക് ഒരു 1000 രൂപയാണ് ഒരു ടിക്കറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോമകുണ്ഡം അവർക്ക് സമ്മാനിക്കുകയാണ്. അതുപോലെ തന്നെ ദ്രവ്യങ്ങളെല്ലാം തന്നെ കൊടുക്കുകയാണ്. അവർ തന്നെയാണ് ഈ ഹോമം ചെയ്യേണ്ടത്. ആ സാധനങ്ങളൊക്കെ തന്നെ
തിരിച്ച് വീട്ടിലേക്ക് അവർക്ക് കൊണ്ടുപോകാം. വിശേഷ ദിവസങ്ങളിലും അവരുടെ വീട്ടിൽ എന്തെങ്കിലും ബർത്ത്ഡേയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അവർക്ക് ആ ഹോമം നടത്താവുന്നതാണ്. അതാണ് നമ്മുടെ പ്രധാന 1008 അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളതാണ് ആ പരിപാടി. അതോടൊപ്പം തന്നെ 7-ാം തീയതി 11:15 മണിക്കാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത്. അതിന് വിശിഷ്ട അതിഥികളൊക്കെ വരുന്നുണ്ട്, പല ഗവർണേഴ്സും വരുന്നുണ്ട്, കേന്ദ്രമന്ത്രിമാർ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാമല്ലോ, ഉടനെ തന്നെ എത്തിക്കുന്നതാണ്. അതുപോലെ എല്ലാ ദിവസവും തന്നെ സെമിനാർസ്, പ്രഭാഷണം, എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ പൊതുസമ്മേളനങ്ങൾ, 8 മണിക്ക് ശേഷം വിവിധ സംഘടനകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അവിടെ ഉണ്ടായിരിക്കുന്നു. ഒരു ദിവസം, 2-ാം ദിവസം വൈകിട്ട് 4:30 മണിക്ക് 300ഓളം അമ്മമാർ പങ്കെടുക്കുന്ന തിരുവാതിര, മെഗാ തിരുവാതിര അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരെയും തന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ അങ്ങോട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇതിന് നല്ലൊരു കവറേജ് കൊടുക്കണം എന്നുള്ളത്. ഒരു മെഗാ തിരുവാതിരയാണ് അവിടെ നടക്കുന്നത്. ചെങ്കൽ എസ് രാജശേഖരൻ നായർ അവർകളാണ് ഉദയസമുദ്ര MD, ഇപ്പം ജനം TV-യുടെ MD-യുമാണ് അദ്ദേഹമാണ് ഈ നമ്മുടെ സംഘടനയുടെ ചെയർമാൻ. അതുപോലെ സ്വാഗത സംഘം ചെയർമാൻ എന്ന് പറയുന്നത് ഈ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം ചെയർമാൻ നമ്മുടെ പഴയ അംബാസിഡർ TP ശ്രീനിവാസൻ സാറാണ്. അതുപോലെ നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത് V മുരളീധരൻ, കേന്ദ്രമന്ത്രി, ഇവരൊക്കെയാണ്. ഇതിൻ്റെ പ്രസിഡന്റ് M ഗോപാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരാൾ തന്നെയാണ്, ഗോപാൽജി എന്നറിയപ്പെടുന്ന M ഗോപാൽ.